ടി.പി. കേസ് പ്രതികൾക്ക് മാത്രം എന്താണ് പ്രത്യേകത? പരോൾ തള്ളി ഹൈക്കോടതി. ടി.പി. വധക്കേസ് പ്രതികൾക്ക് മാത്രം എന്താണ് പ്രത്യേകതയെന്ന് ഹൈക്കോടതി. ഈ കേസിൽ പ്രതികൾക്ക് ലഭിച്ചിരിക്കുന്ന പരോളിനെ കുറിച്ചെല്ലാം അന്വേഷണം വേണ്ടതാണെന്നും കോടതി. 12ാം പ്രതി ജ്യോതി ബാബുവിന്റെ പരോൾ ആവശ്യത്തിലാണ് കോടതി വിമർശനം. ജ്യോതി ബാബുവിന്റെ ഭാര്യ പി.ജി. സ്മിതയാണ് ഭർത്താവിന് 10 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത്. ജ്യോതി ബാബുവിന്റെ പിതാവിന്റെ സഹോദരന്റെ മകൻ 28-ന് മരിച്ചെന്നും മരണാനന്തര കർമ്മങ്ങൾക്കായി അടിയന്തര പരോൾ അനുവദിക്കണമെന്നുമായിരുന്നു ആവശ്യം. എന്നാൽ ഏറ്റവും അടുത്ത ബന്ധമല്ലെന്നും പരോൾ അനുവദിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. ഹർജിയിൽ ടി.പി. കേസിലെ പ്രതിയാണെന്ന് പ്രത്യേകം പരാമർശിക്കാത്തതിനെയും കോടതി വിമർശിച്ചു. ഇതല്ല ശരിയായ രീതിയെന്നായിരുന്നു ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യന്റെ വിമർശനം. പ്രതികൾക്ക് ഉന്നത സ്വാധീനമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ആർ. ശ്രീലേഖ സർക്കാർ ഓഫീസുകളിലെ അഴിമതിക്കഥകൾ ഒന്നൊന്നായി പുറത്തെത്തിക്കുന്നു. ഓടാത്ത വണ്ടികൾക്ക് 3000 ഡ്രൈവർമാർ. വെറുതെ ഇരിക്കാൻ സർക്കാർ പ്രതിമാസം ചിലവാക്കുന്നത് 12 കോടി. തിരുവനന്തപുരം ശാസ്തമംഗലം വാർഡ് കൗൺസിലർ ആർ. ശ്രീലേഖ സർക്കാർ ഓഫീസുകളിലെ അഴിമതി കഥകൾ ഒന്നൊന്നായി പുറത്തെത്തിക്കുന്നു. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന കേന്ദ്ര നിയമം വന്നതോടെ സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ 4500ഓളം വാഹനങ്ങൾ 15 വർഷം കഴിഞ്ഞതായി കണ്ടെത്തിയിരുന്നു. ഇതിൽ 3000-ലധികം വാഹനങ്ങൾ 20 വർഷം കഴിഞ്ഞതിനാൽ രജിസ്ട്രേഷൻ പുതുക്കാനാകില്ല. ഇവയ്ക്ക് ഇൻഷുറൻസും എടുക്കാനാകില്ല. ഇവ നിരത്തിലിറക്കാതായതോടെ 3000ഓളം ഡ്രൈവർമാരാണ് ജോലിയില്ലാതായത്. എന്നാൽ ഈ ഓടാത്ത വണ്ടികളുടെ 3000 ഡ്രൈവർമാർ ഓഫീസുകളിൽ വെറുതെ ഇരിക്കുകയാണ്. ഇവർക്ക് വെറുതെ ഇരിക്കാൻ സർക്കാർ പ്രതിമാസം ചിലവാക്കുന്നത് 12 കോടി രൂപയാണ്. സർക്കാർ ഓഫീസുകളിലെ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഓട്ടം നിർത്തി 6 മാസമായി. എന്നിട്ടും 3000ഓളം ഡ്രൈവർമാരെ സർക്കാർ പുനർവിന്യസിച്ചിട്ടില്ല. ഇതിനാൽ സർക്കാരിന് പ്രതിമാസം നഷ്ടം 12 കോടിയിലധികം രൂപയാണ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലാണ് ഈ കടുത്ത വീഴ്ച. ഇങ്ങനെ ജോലിയില്ലാത്ത ഡ്രൈവർമാരെ, കാലാവധി കഴിയാത്ത വാഹനങ്ങൾ ഓടിക്കാൻ ഡ്രൈവർ ഇല്ലാത്തടത്തോ താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിട്ടോ ഇവരെ പുനർവിന്യസിക്കണമെന്ന് ജൂലൈ 4-ന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ.ആർ. ജ്യോതിലാൽ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ 6 മാസം കഴിഞ്ഞിട്ട് പുനർവിന്യാസം നടപ്പായില്ല. ഒരു സീനിയർ ഡ്രൈവർക്ക് 40,000 മുതൽ 50,000 രൂപ വരെ ശമ്പളമുണ്ട്. 40,000 രൂപ കണക്കാക്കിയാൽ പോലും 3000ഓളം പേർക്ക് പ്രതിമാസം 12 കോടിയോളം രൂപയാണ് ശമ്പളമായി നൽകുന്നത്. ഓട്ടമില്ലാത്ത വാഹനങ്ങളിലെ ഡ്രൈവർമാർ രാവിലെയും വൈകിട്ട് പഞ്ചിങ് നടത്തി ഓഫീസിൽ വെറുതെ ഇരിപ്പാണ്. ഇത്രയും പേർ തൊഴിലില്ലാതിരിക്കുമ്പോൾ പല വകുപ്പുകളിലും താൽക്കാലിക നിയമനം നടത്തിയിട്ടുമുണ്ട്.